റഫ അടക്കം ഗാസയിലെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ വെടിനിർത്തൽ ധാരണ പുനഃസ്ഥാപിച്ച് ഇസ്രായേൽ. സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയെന്ന് കാണിച്ചാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഗാസയിൽ ബോംബിട്ടത്. കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ എണ്ണം 45ആയി. ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ചും ആശങ്ക ഉയരുകയാണ്. പിന്നീട് ഉന്നതതല യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ തുടരുമെന്ന കാര്യം ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. വെടിനിർത്തൽ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തെക്കൻ ഗാസയിലെ റഫായിൽ ബോംബിട്ടത്. വടക്കൻ ഗാസയിലെ ജബാലിയയിലും ദെയർ അൽ ബലാഹിലും ബോംബാക്രമണമുണ്ടായി. ഖാൻ യൂനീസിലെ അംബാസൻ പട്ടണത്തിന് സമീപം ഇസ്രായേൽ ടാങ്കുകൾ വെടിയുതിർത്തു. മുഖ്യ നഗരങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗാസയിൽ തന്നെ തുടരുന്ന സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണവും വെടിവെപ്പുണ്ടായെന്നാണ് ഇസ്രായേൽ ആരോപണം. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്ന് ഹമാസ് പറയുന്നു. അതേസമയം വെടിനിർത്തൽ ലംഘിച്ച് ഒരാഴ്ചക്കിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 38 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായും 143 പേർക്ക് പരിക്കേറ്റതായും ഗാസ അധികൃതർ അറിയിച്ചു. ഇതിനിടെ ഈജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴി തുറക്കൽ നീളുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഗാസയിലേക്ക് സഹായമെത്തിക്കാനും പലസ്തീൻകാരുടെ യാത്രയ്ക്കുമായി റഫ ഇടനാഴി തുറന്നുകൊടുക്കുമെന്നാണ് കരാർ വ്യവസ്ഥ. വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രായേൽ ആക്രമണം. രണ്ടാം ഘട്ടത്തിലാണ് ഹമാസ് നിരായുധീകരണവും ഗാസയിലെ പുതിയ ഭരണ സംവിധാനവും തീരുമാനമാകുക. എന്നാൽ മുൻപ് 2 വെടിനിർത്തലിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകും മുൻപേ ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം പുനരാരംഭിക്കുകയായിരുന്നു.